ഉപാസക പ്രേതങ്ങൾ അതുപോലെ ഉപാസന എന്ന് പറയുന്നത് തമാശയല്ല. വളരെ റെയറായിട്ടുള്ള ആൾക്കാരിലെ പൂർവ്വജന്മത്തിൽ നല്ല പ്ലസൻ്റായിട്ട് നിൽക്കുന്ന ദേവതകളെ ഞാൻ കണ്ടിട്ടുള്ളൂ. നമ്മുടെ ഒരു വർഷമാണ് അവരുടെ ഒരു ദിവസം. അതാണ് പിതൃക്കൾക്ക് വർഷത്തിലൊരിക്കൽ ഒരു തർപ്പണം. ഈ പരീക്ഷണം എന്ന് പറയുന്നത് നമ്മളൊരു പറ്റിക്കലാണ്. അവനവൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം മറ്റൊരാൾ അനുഭവിക്കില്ല, അത് അവനവൻ തന്നെ അനുഭവിക്കുള്ളൂ. 10 തലമുറയ്ക്ക് വരെയുള്ള ദുരിതങ്ങൾ ഉണ്ടാക്കും. ഒരു ദേവതയുടെ ധനം അപഹരിക്കുകയോ ദേവതയെ ദുരിതപ്പെടുത്തുകയോ ദേവതയെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ റെക്കി ഒരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ളൊരു വിദ്യയാണ്, ഒരു അത്ഭുത വിദ്യയാണത്. 2 ദിവസം റെക്കി കൊടുത്തു, 3-ാമത്തെ ദിവസം വയറ്റിലാണ് ക്യാൻസർ. അവർ ഭക്ഷണം വാങ്ങി കഞ്ഞി കുടിച്ചു, പിറ്റേ ദിവസം അവർ കൈ ഇങ്ങനെ വെച്ച് എനർജി പാസ് ചെയ്ത് കഴിഞ്ഞ് കുറേ ഒരു മണിക്കൂർ ഹീൽ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് അസുഖം മാറും. അവരെ മേലൊക്കെ ഇങ്ങനെ ഈ പാമ്പിൻ്റെ പടം പോലെ പൊളിഞ്ഞു പോണ നിലയായിരുന്നു. അതൊക്കെ മാറിയ ആള്. അപ്പോൾ ഈ ഉപാസക പ്രേതങ്ങൾ അതുപോലെ സ്ഥലത്തെ വാസ്തു അവർ താമസിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് എനർജി ഇംബാലൻസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. അപ്പോൾ ഓൾറെഡി അവർക്ക് 3-4 എൻറ്റൈറ്റീസ്, അതായത് 4 ഫൗണ്ടേഷൻസാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും സ്പിരിച്വൽ ലെവലിലുള്ള 4 ഫൗണ്ടേഷൻ സ്റ്റോൺസാണ്. ഒന്ന് പരദേവത, മൂലകുടുംബഗുരു, മൂലകുടുംബനാഗം, അവരുടെ പിതൃക്കൾ. ഈ 4 എണ്ണവും സാമാന്യേന ശരിയായിട്ടുള്ളൊരു വ്യക്തിക്ക് പിന്നെ അവർക്ക് അത് ഇവിടെ തന്നെ ഒരുവിധം നല്ല രീതിയിൽ അവർക്ക് ജീവിക്കാം. അവരുടെ ബാക്കി ഭൗതികവും ആധ്യാത്മികവുമായ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചെറിയ രോഗങ്ങളോ പ്രശ്നങ്ങളോ, അതിപ്പോൾ സീസണലായിട്ടുള്ള രോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് നോർമലി അവർക്ക് മാറ്റി സാമാന്യേന മുന്നോട്ട് പോകും. അതല്ലാതെ പെട്ടെന്ന് വരുന്ന മഹാരോഗങ്ങൾ, അല്ലെങ്കിൽ അവരുടെ സൈക്കോളജിക്കലായിട്ടുള്ള അവർക്ക് പെട്ടെന്ന് വരുന്ന ഇപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുന്ന ഭാഗങ്ങൾ, അതുപോലെ അമിതാസക്തികൾ, പലതിനോടുമുള്ള ഇതുകൾ, ടെൻഡൻസി, സൂയിസൈഡൽ ടെൻഡൻസി, ഈ ചെറിയ കുട്ടികളിൽ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ വരും. പിന്നെ സാധാരണ രീതിയിൽ പോകുന്ന ആൾക്കാർക്ക് വലിയ ധനപരമായ നല്ല രീതിയിലിരിക്കുന്ന ആൾക്കാർ എന്താ പറയുക, തവിട് പൊടിയായി പോകുന്ന അവസ്ഥകൾ, അതുപോലെ കുടുംബ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാത്തിനും ഓറിക് ഫീൽഡിൽ കൃത്യമായിട്ട് അതിനുള്ള പ്രശ്നങ്ങളെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാദ്യം നമ്മളൊന്ന് മനസ്സിലാക്കുക. പിന്നെ ഇതിൻ്റെ ഏത് ലെവൽ അടുത്ത ഈ രോഗത്തിന് അല്ലെങ്കിൽ ഈ പ്രശ്നത്തിന് ഇത് മാത്രമാണോ കാരണം? അവിടെയാണ് നമ്മൾ പാസ്റ്റ് ലൈഫിലേക്ക് പോകുന്നത്. നമുക്കറിയാം, നമ്മൾ ഇന്നിപ്പോൾ ഇട്ടേക്കുന്ന തുണി നാളെ ഇടില്ലല്ലോ. അതുപോലെ ശരീരത്തെ നമ്മൾ ഉപേക്ഷിക്കുക, നമ്മുടെ എസൻസ് ഒന്ന് തന്നെ. ആ ഊർജം അത് അവരുടെ പ്രീവിയസ് എക്സ്പീരിയൻസിൽ നിന്ന്, അവരുടെ പൂർവ്വജന്മങ്ങളിൽ അവർ മഹാപാതകങ്ങൾ ചെയ്തിട്ടുണ്ടായാൽ, ഇതൊക്കെയാണ് നമ്മൾ ഈ മതം എന്ന് പറഞ്ഞ ബേസിക് ഫൗണ്ടേഷനാണ്. അതിലവർ പഠിപ്പിക്കുന്ന ആളെയും കൊല്ലരുത്, ആരെയും വിഷമിപ്പിക്കരുത്, മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യരുതെന്ന് പറയുന്നത് ഒരു നല്ല ശീലത്തിലൂടെയുള്ള അതാണ് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗങ്ങൾ പറയുക. സ്വഭാവം ആത്മഭാവമാണെന്ന് പറയുക, മറ്റതൊക്കെ ശീലങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങൾ ഏറ്റെടുത്തിട്ട് ഒരു നല്ല ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുത്താൽ അവരുടെ ഓറ നല്ല ശക്തിമത്തായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ചിലർ വന്നിരിക്കുമ്പോൾ എല്ലാവരിലും ഈ വക ദുരിതങ്ങളോ ബാധകളോ കാണണമെന്നില്ല. പിന്നെ അങ്ങ് ചോദിച്ച പോലെ സാധാരണ ഒരു 3.5 അടിയൊക്കെയാണ്, അല്ലെങ്കിൽ 3 അടിയല്ല 3 മീറ്റർ വരെ, 2.5 മീറ്റർ അല്ലെങ്കിൽ അതുവരെ നമുക്ക് ഈ എനർജിയെ ഫീൽ ചെയ്യാൻ പറ്റും, ടച്ച് ചെയ്ത് ഫീൽ ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയായതുകൊണ്ട് നമുക്ക് വെറുതെ കൈകൊണ്ട് കാണിച്ചാൽ എൻ്റെ തോന്നല അല്ലെങ്കിൽ നിങ്ങളുടെ തോന്നലാന്ന് പറയുമല്ലോ. ഒരു ഹീലിംഗ് പ്രോസസ്സിൽ നമ്മൾ ഓറയുടെ എത്ര ലെങ്ത്ത് അതിന് ബോഡിയിൽ നിന്ന് ഔട്ടറിലേക്ക് നിൽക്കുന്നു, അതിലേതൊക്കെ ഭാഗത്ത്, ഇപ്പോൾ ഒരു ട്യൂമർ നിങ്ങളുടെ ശരീരത്തിലുണ്ടെന്നിരിക്കട്ടെ, അതിന് തത്തുല്യമായിട്ട് ഓറയിൽ ഓറിക് ട്യൂമർ ഉണ്ടാവും, ഓറിക് ഡിപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ചക്രങ്ങൾക്ക് എനർജി അബ്സോർബ് ചെയ്യാനോ അല്ലെങ്കിൽ കൃത്യമായ ഇതിനെ, ഇപ്പോൾ നിരുപാധിക സ്നേഹമാണ് നമ്മുടെ അനാഹത ചക്രത്തിന് വരുന്നത്, ഹൃദയത്തിന്. അപ്പോൾ ആ ചക്രത്തെ അടയ്ക്കാനുള്ള പ്രവൃത്തി പൂർവ്വത്തിൽ ചെയ്യുകയോ, ഇപ്പോൾ ശാപം എന്നൊക്കെ പറയില്ലേ നമുക്കറിയാം. പൂർവ്വജന്മം എന്നല്ല, നിങ്ങൾ ഈ ജന്മത്തിൽ തന്നെ, നമ്മളിപ്പോൾ സൈക്കോളജിക്കലായിട്ട് പഠിക്കുമ്പോൾ മൈൻഡിന് ഭയങ്കര ശക്തിയുണ്ട്. അപ്പോൾ ഒരാളെ അടിക്കുന്നതിന് പകരമായിട്ടൊരു നല്ല സങ്കല്പം, അവിടെയാണ് റേക്കിയിലെ ആ പോസിറ്റീവ് ഭാഗം എടുക്കുന്ന സങ്കല്പത്തിലൂടെയാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇന്നത് പ്രവർത്തിക്കുന്നു, അല്ല അതിനായിട്ട് എനർജി പ്രവർത്തിക്കുന്നു, സങ്കല്പമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് തന്നെ നെഗറ്റീവായിട്ട് ഉപയോഗിച്ചാൽ അതിന് ശാപമായും ദുരിതമായും ഗൂഢസൂത്രം എന്നാ പറയുക, അങ്ങനെയായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ വ്യക്തി തന്നെ പൂർവ്വത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് ഈ ജന്മത്തിലോ പൂർവ്വത്തിലോ കിട്ടിയിട്ടുള്ള എനർജി ഫീൽഡുകളൊക്കെ ഇത്തരം രോഗങ്ങൾക്ക് നന്നായി സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിന് ഈ സൂക്ഷ്മ ശരീരത്തിലെ എനർജി ബോഡിയിലെ ഇത്തരം കാര്യങ്ങളെ നമ്മൾ ഓരോന്നായിട്ട് ടച്ച് ചെയ്ത് നോക്കും, ഏത് ഭാഗമാണ് നിൽക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ പലതരം രോഗങ്ങളുണ്ടെന്ന് വിചാരിക്കട്ടെ. ഇപ്പോൾ ഒരാളെ ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, ഏറ്റവും പ്രധാനം ഡോക്ടേഴ്സ് എവിടെയാണ് നോക്കുക? തലയുടെ കാര്യമാണ്. കാരണം ഇത് വല്ലതുണ്ടെങ്കിൽ, കാരണം ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ആരാ?
ഈ തലയാണ്. അവിടെ നിന്നാണ് എല്ലാത്തിനെയും ഇത് വരുന്നത്. അപ്പോൾ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ നോക്കുമ്പോഴും ഏറ്റവും പെട്ടെന്ന് ചെയ്യാനുള്ള ഏതാണോ അതിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഒരു റെക്കി ഹീലറും ഒരു രോഗിയെ മനസ്സിലാക്കുന്നതും ഞങ്ങൾ ഒരു ഓറാ റീഡറും അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ രോഗത്തിൻ്റെ പ്രാധാന്യം ഇന്ന കാര്യങ്ങളെ കൊണ്ടാണ് ഇവന് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അപ്പുറത്ത് നമ്മൾ പറയും കുടുംബപരമായിട്ട് കിട്ടിയിട്ടുള്ള ശാപങ്ങൾ. ഈ ട്രഡീഷണൽ 4-5 തലമുറയ്ക്ക് മുമ്പായിട്ട് മഹാപരാധങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവസാനത്തെ കണ്ണിയിലേക്ക് പോലും ഇത് ടച്ച് ചെയ്ത് നോക്കും. ഇപ്പോൾ മോഡേൺ മെഡിസിൻ നമ്മളെന്ന് പറയുന്നത് 16 തലമുറ വരെ ഒരു ജീൻ പ്രവർത്തിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് 16 തലമുറ വരെ ഇവന് പാപവും പുണ്യവും സഞ്ചരിക്കാം. അപ്പോൾ അത്രയും ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരെ രോഗങ്ങളുടെ കോസ് കാണുന്നത് അത് ഓറയിലാണ്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ കൂട്ടത്തിൽ ജന്മജന്മാന്തരങ്ങളിലെ ശാപവും പാപവും അവരുടെ എക്സ്പീരിയൻസുകൾ, ഇപ്പോൾ ദേവതകൾ എന്നൊക്കെ പറയും, അതായത് പൂർവ്വജന്മ ഉപാസന. പണ്ട് ഇപ്പോൾ എല്ലാവരും മന്ത്രം തന്ത്രം പഠിക്കാനായിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു മന്ത്രം പഠിക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് നടക്കുന്നത്. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഭാഗമാണത്. കാരണം ഉപാസന എന്ന് പറയുന്നത് തമാശയല്ല. അതിൽ തന്നെ ദേവതകൾ നമ്മളുടെ പോലെ തന്നെ മനുഷ്യരിൽ എന്തൊക്കെ വൈകാരിക പ്രക്ഷോഭങ്ങളുണ്ടോ അതൊക്കെ ദേവതകൾക്കുണ്ട്. കാരണം അതിന് ഫിസിക്കൽ ബോഡിയില്ല, അത് എനർജി ബോഡിയിലാണത്. അത് കോൺഷ്യസ് എനർജി എന്ന് പറയും ഒരു ദേവതയെ. അപ്പോൾ ആ ദേവതയെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അപ്പോൾ ഇവൻ പൂർവ്വജന്മങ്ങളിൽ ഒരു ദേവതയെ ഉപാസിച്ച് ആ ദേവതയെ കൊണ്ട് 99% ആൾക്കാർ, വളരെ റെയറായിട്ടുള്ള ആൾക്കാരിലെ പൂർവ്വജന്മത്തിൽ നല്ല പ്ലസൻ്റായിട്ട് നിൽക്കുന്ന ദേവതകളെ ഞാൻ കണ്ടിട്ടുള്ളൂ. മിക്കതിനും കർമ്മദുരിതങ്ങളാണ്. കാരണം ഒരു ദേവത നമുക്ക് മന്ത്രം ജപിച്ചു, ആ ദേവത നമുക്ക് അതിന് സ്വായത്തമായി എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ സിദ്ധികൾ എന്നാണ് പറയുക അതിന്. അത് കാണിച്ചു തുടങ്ങും. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി കാണിച്ചു തുടങ്ങും. പിന്നെ അത് കാശ് മേടിച്ച് കാണിച്ചു തുടങ്ങും. മനസ്സിലായോ? അവസാനം ഈ കർമ്മത്തിൻ്റെ ഫലം ഈ ദേവതയും ഉപാസകനും അനുഭവിച്ച് ദുരിതപ്പെടുന്ന അവസ്ഥയാണ് കാണുന്നത്. ഇതിൻ്റെ ഒരു ചെറിയൊരു വിഭാഗമാണ് ഈ ഉപാസക പ്രേതങ്ങൾ എന്ന് പറഞ്ഞ് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ക്ഷേത്രങ്ങളിൽ, പണ്ട് കാലത്ത് വ്യക്തികളൊന്നും ക്ഷേത്രത്തിൽ വെക്കലില്ല. ഇവരെ ശുദ്ധി ചെയ്ത് ലയിപ്പിക്കാനുള്ള പ്രോസസ്സ് ഇന്ന് തന്ത്രത്തിലില്ല. ഇതിനെ ഏതെങ്കിലുമൊക്കെ ആവാഹിച്ച് ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ടുപോയി ഇടുന്ന രീതി, അത് അദ്ദേഹം അതിൻ്റെ കാര്യങ്ങൾ പറയും. അതിലൊന്നും ഇവർ പോവില്ല. നിങ്ങൾ ഉപാസിച്ചൊരു ദേവതയെ സ്വായത്തമാക്കുന്നത് അമ്പലത്തിൽ പോയി കിടക്കാനാണോ? അല്ല. നിങ്ങൾ ഏതെങ്കിലും സമയത്തൊരു ജ്ഞാനം, മോക്ഷം എന്നാണ് പറയുക. മോക്ഷത്തിന് വേണ്ടിയിട്ടപ്പോൾ ആൾക്കാർ ഓടണത്. ഇത് കിട്ടുന്നുണ്ടോ എന്ന് ദൈവത്തിനറിയാം. ഈ മോക്ഷം എന്ന് പറഞ്ഞത് അത്ര എളുപ്പത്തിൽ കിട്ടുന്നതല്ല. അപ്പോൾ അതിൻ്റെ ആ ആഗ്രഹത്തിന് വേണ്ടി ഒരു ദേവതയെ ഉപാസിക്കുമ്പോൾ ദേവതയിൽ ലയിക്കുക എന്നാണ് ഇപ്പോഴത്തെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദേവതയിലൊന്നും ലയിക്കില്ല, മോരും മുതിരയും പോലെ ആ സാധനം. അപ്പോൾ ഈ ഉപാസകൻ എന്ത് ചെയ്യും? മരിച്ചു കഴിഞ്ഞാൽ ശരീരം വിട്ടിട്ടുള്ള നെക്സ്റ്റ് ഫീൽഡ് ഓഫ് എനർജി, അതാണ് പിതൃലോകം എന്ന് പറയുന്നത്. അത് നമ്മളുടെ ടൈം ബീയിങ് കുറച്ച് വ്യത്യാസമുണ്ട്. അവർക്ക് നമ്മുടെ ഒരു വർഷമാണ് അവരുടെ ഒരു ദിവസം. അതാണ് പിതൃക്കൾക്ക് വർഷത്തിലൊരിക്കൽ ഒരു തർപ്പണം നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്. ദൈനംദിന തർപ്പണങ്ങളാണ് സാധകർ ചെയ്യുന്നത്. പിതൃതർപ്പണം, ദേവതായജ്ഞം, അങ്ങനെ പറയുന്ന തർപ്പണങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും സാധാരണക്കാരൻ അനുഷ്ഠിക്കുന്നില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവർക്ക് ആ ലോകത്തിൽ പോകാനും പറ്റില്ല. കാരണം ദേവതയായിട്ടും കെട്ടുപിടിച്ച് കിടക്കുക. അപ്പോൾ ദേവതയുടെ ലോകത്തെയും ഈ ഉപാസൻ്റെ ലോകത്തേക്കും പോകുന്ന പ്രോസസ്സ് ഇപ്പം നടക്കണില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇത് ജ്യോതിഷം വയ്ക്കുമ്പോൾ അപ്പം തന്നെ എടുത്ത് ഇതിനെ പ്രതിഷ്ഠിക്കാൻ പറയും. പ്രതിഷ്ഠിച്ച ചെയ്ത അന്ന് തൊട്ട് ആ കുടുംബത്തിന് ഏറ്റവും വലിയ മഹാപാതകമായി ഈ ഉപാസകൻ മാറുകയാണ്, അതിൻ്റെ ദേവതയും. അപ്പോൾ ഇതൊക്കെ രോഗങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. പിന്നെ ഇവർ ഉപാസിച്ചിട്ടുള്ള ദേവത, ഈ ദേവത ദുരിതത്തിലാണ് നിൽക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു വൈഷ്ണവ കഴിഞ്ഞ ദിവസം ഉപാസന ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. ജ്ഞാനമുള്ള ദേവതകളെ ഉപാസിക്കണം. നല്ല പരമ്പരയുള്ള ഗുരുക്കന്മാർ ജ്ഞാനപരമ്പരയിൽ ലയിച്ചിട്ടുള്ള ഉപാസകന പരമ്പരയിൽ നിന്ന് മന്ത്രം സ്വീകരിക്കണം. അത് കൃത്യമായി ഉപാസിക്കണം. അതിനെ തന്നെ പുറത്ത് വെച്ചിട്ട് ഈ കണ്ണി കണ്ട പ്രോസസ്സ് രണ്ടുണ്ട്. സമയം, നമ്മൾ കൗളം, മിശ്രം എന്നൊക്കെ പറയുന്ന സമ്പ്രദായങ്ങളുണ്ട്. അതിൽ ഈ അവനവനിൽ തന്നെ ഇതിനെ ഉപാസിക്കുന്ന ഒരു രീതിയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. പക്ഷെ അത് പുറത്ത് വെച്ച് പൂജിക്കേണ്ട തെറ്റൊന്നുമില്ല. പക്ഷെ അതൊക്കെ ആ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ഇതിനെ ഉപാസിക്കാൻ, അപ്പോൾ ഗുരുവിൻ്റെ നല്ല ജ്ഞാനമുള്ള പരമ്പരയിൽ നിന്നും മന്ത്രം സ്വീകരിക്കണം. ആ സ്വീകരിക്കുന്ന ദേവതയ്ക്ക് എന്തുണ്ടായിരിക്കണം? സാത്വികാംശം അല്ലെങ്കിൽ ജ്ഞാനബോധമുള്ളവരായിരിക്കണം. ഒരു സദാശിവനാണെന്ന് വെച്ചാൽ എനിക്കത് ചെയ്തു തരും, ആ പരമ്പരയ്ക്ക് അങ്ങനത്തെ ബോധമില്ലെങ്കിൽ മൈൻഡ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഗുരുവായൂർ പോയി നിങ്ങളത് കണ്ണിക്കണ്ടതൊക്കെ പറയുമെന്നുണ്ടെങ്കിലും ഭഗവാന് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരണുള്ളൂ എന്ന്. നിങ്ങൾക്ക് അതിന് അർഹതയുണ്ടെങ്കിൽ മാത്രം. അവിടെയാണ് ഭഗവാന്റെ പരീക്ഷണമൊന്നുമല്ല കേട്ടോ. ഒരു ദേവതയും പരീക്ഷിച്ചിരിക്കാൻ അവർക്ക് വേറെ പണിയൊന്നും ഇല്ലാണ്ടില്ല. അവർക്കൊക്കെ അവരുടെ പണിയുണ്ട്. ഈ പരീക്ഷണം എന്ന് പറയുന്നത് നമ്മളൊരു പറ്റിക്കലാണ്.
അവനവൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം മറ്റൊരാൾ അനുഭവിക്കില്ല, അത് അവനവൻ തന്നെ അനുഭവിക്കുള്ളൂ. പിന്നെ പരീക്ഷിക്കാൻ പറ്റുന്നവർ, അർഹതയുള്ള ഒരാളാണ് ഗുരുവാണ് പരീക്ഷിക്കാൻ പറ്റുന്നത്. അവിടെയാണ് പരീക്ഷണം എന്ന് പറയുന്നത്. അത് വേറെയാണ്, ഈ പറയുന്ന പരീക്ഷണമല്ല. അവനവൻ അനുഭവിക്കുന്ന എല്ലാ ദുരിതത്തിനും കാരണം അവനവനാണെന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ പരമ്പര പറഞ്ഞു കൊടുക്കുന്നത്. ഈ വന്നിരിക്കുന്നവരുടെ ഇതൊക്കെ ഇപ്പോൾ പല കാര്യങ്ങളും ഇത് അറിയാണ്ടല്ല. ഈ വന്ന വ്യക്തിക്ക് ഇതൊന്നും അറിയണ്ട, അപ്പുറത്തവൻ എന്നെ നോക്കി ചിരിച്ചില്ല, അവനായിരിക്കും ഇതിനുള്ള കാരണക്കാരൻ എന്ന് പറഞ്ഞ് കണ്ട ക്ഷേത്രങ്ങളിൽ പോയി തോന്നിയവാസം ചെയ്യാണ്. അതിൻ്റെ കർമ്മദുരിതം കൂടിയും ഈ ഓറയിൽ വരും. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഈ ദേവതയെ ശുദ്ധി ചെയ്യാതിരിക്കുന്ന ഒരു ദേവതയാണെങ്കിൽ, അതിൻ്റെ ധനം നിങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ കഥകളൊക്കെ ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷൻ ഞാൻ പറയുന്നില്ല, ഇതൊക്കെ അവർക്ക് എന്തുണ്ടാക്കും? 10 തലമുറയ്ക്ക് വരെയുള്ള ദുരിതങ്ങൾ ഉണ്ടാക്കും. ഒരു ദേവതയുടെ ധനം അപഹരിക്കുകയോ ദേവതയെ ദുരിതപ്പെടുത്തുകയോ ദേവതയെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ദേവതയുടെ സ്വർണ്ണം മോഷ്ടിച്ചാലും അത് ഞാനിപ്പോൾ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തൊരു കാര്യമാണെങ്കിലും നമുക്ക് ഓറയിൽ ഇവർ വന്നെന്ന് ചോദിക്കും. എൻ്റെ അനുഭവമാണ്, ഇവർക്ക് 10 പൈസയില്ല സ്ത്രീക്ക്, കുടുംബത്തിൽ അവരുടെ ജീവിതവും വിഷമവും, എനിക്ക് ഒന്നും കിട്ടുന്നില്ല, ജോലിയുണ്ട് പക്ഷെ ഒരു കാര്യമില്ല, ഞാൻ മഹാരോഗ്യൻ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ ഓറയിൽ നിൽക്കുന്ന വൈഷ്ണവ ദേവത പറയുന്നത്, ഇവളെൻ്റെ ധനം, ആ ധനം ഇവിടെ വയ്ക്കാൻ പറയാൻ. അപ്പോൾ എനിക്ക് ഇത് നിങ്ങൾക്ക് തോന്നാം ഒരു തോന്നലാണോ, പക്ഷേ അവരുടെ പ്രാക്ടിക്കൽ ലൈഫിൽ എന്താണോ പ്രശ്നം അതിന് തുല്യമായ രീതിയിൽ അവിടെ നിന്ന് പറയാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ഇതിന് തത്തുല്യമായിട്ടുള്ളൊരു സൊല്യൂഷൻ അവർക്ക് കൊടുത്താലേ അവരുടെ പ്രശ്നങ്ങൾ മാറുള്ളൂ. അല്ലാതെ ക്ഷേത്രദേവതകളെ ആരാധിച്ചാൽ അവർക്കൊക്കെ, അപ്പം നിങ്ങൾക്കൊരു കഴിവില്ലേ, നിങ്ങൾക്കൊരു സാലറി ഇല്ലേ, അപ്പം ഞാൻ വന്ന് ചോദിക്കണം എനിക്ക് കുറച്ച് പൈസ തരുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സാലറിക്ക് നിങ്ങൾക്ക് സഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ധനം എനിക്കെടുത്ത് തരും, അത്രയല്ലേ പറ്റുള്ളൂ. അല്ലാണ്ട് എൻ്റെ കുടുംബത്തിൽ 10 കോടി കടബാധ്യത അങ്ങ് വീട്ടിൽ തരുമോ? ഇല്ല. ഒരു ദേവതയും കർമ്മത്തിൽ ഇടപെടില്ല, കർമ്മദുരിതത്തിൽ ഇടപെടില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്തു തരും. അത് നമ്മൾ പറയും വേണം, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ നിങ്ങളുടെ കഴിവല്ല എൻ്റെ കഴിവ്, അതിനനുസരിച്ച് ദേവതകൾ വ്യത്യസ്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ സമീപിക്കുന്നോട് തെറ്റൊന്നുമില്ല. പക്ഷേ ഈ പൂർവ്വജന്മ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളൊന്നും സാമാന്യ ദേവതകൾ മാറ്റിത്തരില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള നമുക്കൊരു പഠനം കൂടിയും ഇതിലൂടെ നമുക്ക് മനസ്സിലാവണം. അപ്പോൾ ഒരു രോഗം, ഒരു സാമ്പത്തിക പ്രശ്നം, എന്താ പറയുക, മാറാത്ത വ്യഥ, ഇതിനൊക്കെ ഓറയിൽ ഇതിനുള്ള സാന്നിധ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ റേക്കി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരാളിലേക്ക് മാത്രം കൊടുക്കാൻ കഴിയുന്ന മാത്രമല്ല, അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. റേക്കി എന്ന് പറയുമ്പോൾ റേക്കി പ്യുർ പ്രാണനാണ്, ഊർജ്ജമാണ്. ഇപ്പോൾ തന്ത്രത്തിൽ നിങ്ങളൊരു ദേവതയെ വെച്ച് ആ ദേവതയ്ക്ക് പ്രസാദം നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? പ്രാണായ സ്വാഹ, പാനായ പ്രാണനപാന, 5 പ്രാണന്മാരെയാണ് ഈ പ്രസാദത്തിൽ നിന്നെടുത്ത്. കാരണം എന്താ? അവർ പ്രാണിക് ബോഡിയാണ്, അവർ ദേവത. അപ്പോൾ അവർക്ക് ഇതിലത്തെ പ്രാണനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ, അവർ ആ പ്രാണനെയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ റേക്കി എന്ന് പറഞ്ഞാൽ, ഒരു ക്ഷേത്രത്തിൽ പോയാൽ നമുക്കിപ്പോൾ മറ്റേ പൂജകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു റേക്കി സാധകനെ സംബന്ധിച്ചിടത്തോളം അവൻ റേക്കി കൊടുത്താൽ ആ ദേവത സ്വീകരിക്കും. ദേവത മാത്രമല്ല, പ്രപഞ്ചത്തിലെല്ലാം സ്വീകരിക്കും. കാരണം പ്രപഞ്ചത്തിൽ ഏതൊരു വസ്തു ഉണ്ടായിട്ടുള്ളത് ഈ 3 ഗുണങ്ങളെ കൊണ്ടാണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ ഏതൊരു വസ്തുവിലേക്കും റേക്കിയെ നൽകിയാൽ ആ വസ്തു അത് അബ്സോർബ് ചെയ്യുന്നു. ഈവൻ നമ്മളുടെ ഈ സെലസ്റ്റിയൽ ബോഡീസ് പോലും, ഇപ്പോൾ നമ്മൾ നവഗ്രഹങ്ങൾ എന്ന് പറയുന്നില്ലേ, ഈ നവഗ്രഹങ്ങൾ നമ്മുടെ ഈ 7 ചക്രങ്ങളിൽ നവഗ്രഹങ്ങളുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഗ്രഹദോഷം ഉണ്ടെങ്കിൽ ഒരു മനസ്സിലാക്കിയിട്ടുള്ളത് പഠിച്ച് മനസ്സിലാക്കണം. നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതും കൂടി മനസ്സിലാക്കി പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഗ്രഹദോഷ ദുരിതങ്ങളെപ്പോലും ഈ എനർജിയെ കൊണ്ട് മാറ്റാൻ കഴിയും. അപ്പോൾ ഊർജത്തെ കൊണ്ട് ഈ ദേവതയെ ശുദ്ധിയാക്കുന്ന ഒരു പ്രോസസ്സ് നമുക്ക്, ഇപ്പോൾ പരദേവത മനസ്സിൽ അറിയില്ല എന്ന് വിചാരിക്കട്ടെ, ആ ദേവതയ്ക്ക് വരെ കൊടുക്കാൻ, കാരണം കാരണത്തിലേക്ക് ഇത് പ്രവർത്തിക്കും. ഏത്? ഈ പരദേവത നമ്മുടെ കാണാൻ പറ്റാത്ത അതിന് പ്രോസസ്സുകളുണ്ട്, അതിന് ചില സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പത്തിലൂടെ അവരെ നമുക്ക് എന്ത് ചെയ്യാം? അവർക്കൊരു എനർജി ഫീൽഡ് നമുക്ക് റേക്കിയിലൂടെ കൊടുക്കാം. റേക്കി ഒരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ളൊരു വിദ്യയാണ്, ഒരു അത്ഭുത വിദ്യയാണത്. അത് ഏതൊരു ആൾക്കും, അത് ജാതിയില്ല, മതമില്ല, എന്താ പറയുക, ഭാഷയില്ല, വയസ്സ് പ്രത്യേകിച്ചില്ല. 3 വയസ്സ് തൊട്ട് മരിക്കാൻ കിടക്കുന്ന ഒരു വ്യക്തിക്ക് പോലും, ഇപ്പോൾ മാസ്റ്റർ ക്യാൻസർ വന്ന് മരിക്കുന്നില്ല, അവർ ഭയങ്കര വിഷമങ്ങളാണ്. 2 ദിവസം റെക്കി കൊടുത്തു, 3ാമത്തെ ദിവസം വയറ്റിലാണ് ക്യാൻസർ. അവർ ഭക്ഷണം വാങ്ങി കഞ്ഞി കുടിച്ചു, പിറ്റേ ദിവസം അവർ സുഖമായിട്ട് മരിച്ചു. കാരണം വയറ് വന്ന് വീർത്ത് നിൽക്കുന്നതായിരുന്നു. ഹീൽ ചെയ്തപ്പോൾ 2 ബക്കറ്റ് മലാണ് പോയത്, ഈ ഇൻഡസ്ട്രിയൽ ക്യാൻസർ ആയിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞ് സമാധാനമായിട്ട് കഞ്ഞി കുടിച്ചവർ മരിച്ചു. അപ്പോൾ അത് മരണത്തിന് പോലും വേണമെങ്കിൽ അങ്ങനെ പറയാം, ഒരു വ്യക്തിക്ക് സുഗമമായിട്ടുള്ള ഈ പ്രാണൻ്റെ ഉത്ഥാനത്തിന് പോലും
അതായത് മരിക്കാതെ കിടക്കുന്ന, ഇപ്പോൾ നമ്മൾ പറയില്ലേ കോമയിൽ കിടക്കുന്ന എന്ന് പറയുന്ന അവസ്ഥകൾ, അങ്ങനത്തെവർക്ക് പോലും റെക്കിയെ നമുക്ക് നൽകാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഊർജ്ജമാണ്. അപ്പോൾ റെക്കി കൊടുക്കുമ്പോൾ ഊർജ്ജമാണല്ലോ ഇത് കൊടുക്കുന്നത്. അപ്പോൾ ആര് സ്വീകരിക്കും? ഇത് മനസ്സിലാവാതെ ഒരു ഹീൽ ചെയ്യുമ്പോൾ ഹീലർക്ക് ഇത് തട്ട് കിട്ടുന്നത് ആ അവസ്ഥയിലാണ്. ഈ എനർജി രോഗത്തിൻ്റേത് മാത്രമല്ല, ഈ രോഗവുമായി ബന്ധപ്പെട്ട ഓറയിൽ ഇത്തരം നെഗറ്റീവ് ഫീൽഡുകൾ ഉണ്ടെന്ന് ഇരിക്കട്ടെ, ആ ഫീൽഡ് നല്ല രീതിയിൽ പെരുമാറുമെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഒരു അതിസൂക്ഷ്മ തലങ്ങളിലേക്കാണ് ഈ ഊർജ്ജം പോകുന്നത്. അപ്പോൾ അതിസൂക്ഷ്മ തലത്തെ മനസ്സിലാക്കി വേണം കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഹീലർ എന്നുള്ള ഭാഗത്തേക്ക്, അതൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമുക്ക്. അത് ചെയ്യുമ്പോൾ അത്യാവശ്യം ഇത്തരം കാര്യങ്ങളെ കൂടി മനസ്സിലാക്കുന്നത് നല്ലതാണ്. എല്ലാം മനസ്സിലാക്കിയിട്ടൊന്നും ഹീൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ പറയുന്നതൊക്കെ എല്ലാം മനസ്സിലാക്കാൻ പറ്റുമെന്ന്. പക്ഷേ കുറച്ച് സീരിയസ് ആയിട്ടുള്ള രോഗങ്ങൾ, അവർക്കും കുറേ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെയാണ് ഞങ്ങൾ ഈ ഓറ റീഡിങ് ഉപയോഗിക്കുന്നത്. നോക്കി അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ളൊരു സൊല്യൂഷൻ. ട്രഡീഷണലാണെങ്കിൽ ഒരു 21 ദിവസത്തെ ഹീലിംഗ് കൊണ്ടൊന്നും പരദേവത ശരിയാവില്ല. ഇനി വേറൊരു ഭാഗം ഇതിലുണ്ട്, നല്ലതാണതിന്. നമ്മൾ ഈ എന്താ പറയുക, അവരെ ഇരുത്തിയിട്ട് ഈ ദേവതകളെയും ബാധകളെയൊക്കെ മനസ്സിലാക്കിയിട്ട് അവരോടൊക്കെ അവരെയൊക്കെ ഒന്ന് സമാധാനിപ്പിക്കുന്ന ഒരു രീതി, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറയുന്ന ഒരു ഭാഗവും, അതുപോലെ പുതിയൊരു പേടുണ്ട്, എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല, അത് ചെയ്തിട്ടുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അത് അദ്ദേഹം ചെയ്തപ്പോൾ അവർ വന്നു നിന്നു. അപ്പോൾ പൊക്കോളാൻ പറഞ്ഞു, ക്ഷമയൊക്കെ ചോദിച്ചു, പൊക്കോളാൻ പറഞ്ഞു, അവർ പോയി. അങ്ങനെയൊന്നും പോവില്ല. ഓറയിൽ ഇത്തരം എനർജികൾ നിൽക്കുന്നത് അവർക്ക് കൃത്യമായ സൊല്യൂഷൻ നൽകിയാലേ അത് പോവുള്ളൂ. അത് എത്ര കാലമായി, ഇപ്പോൾ 5 തലമുറയ്ക്ക് മുമ്പ് നിൽക്കുന്നവരാണെങ്കിൽ അവരൊക്കെ നിങ്ങളുടെ കുടുംബക്കാരെ കൊണ്ടാണ് അവർ മരിച്ചതെങ്കിൽ അവർ നിൽക്കുന്ന ഇപ്പോഴും ആ മൈൻഡ് പാറ്റേണിലാണ് നിൽക്കുന്നത്. ഈ കുടുംബത്തിൽ ഏതിനെ വന്നാലും തട്ടും എന്നുള്ള രീതിയിൽ അവർ നിൽക്കുന്നത്. ഇതാണ് കണ്ടിന്യൂവേഷൻ. ചില കുടുംബങ്ങളിൽ സ്ത്രീകൾക്ക് വൈധവ്യം ഇങ്ങനെ തുടർച്ചയായിട്ട് വരിക, ചില രോഗങ്ങൾ പ്രത്യേകമായിട്ട് വരിക, ആക്സിഡൻ്റൽ കണ്ടിന്യൂവേഷൻ, ഈ ആക്സിഡൻ്റ് ഡെത്ത് വരിക. ഈ ആക്സിഡൻ്റ് ഡെത്തിൽ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഓറ പൊട്ടിപ്പോയി മരിക്കുന്നത് ഇവർ തന്നെ അറിയണില്ല. വണ്ടി അടിച്ചു പോയി ഓൺ ദി സ്പോട്ട് ഇവർ, നമ്മൾ ഇംഗ്ലീഷ് കാരണം എന്താ, ഒരു പാരാസൈക്കോളജി പറ്റി ഇംഗ്ലീഷുകാർ കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട്. നമുക്കിത് മനസ്സിലാവാതെയല്ല, നമ്മളതിനെ അംഗീകരിക്കില്ല. ഇതിനൊക്കെയുള്ള ഭക്ഷണമാണ് നമ്മൾ ഈ 16 ദിവസമായിട്ട് ഈ മരിച്ചവർക്ക് അന്നമയ കോശത്തോടുള്ള ഭയങ്കര ആസക്തി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഈ പിണ്ട പരിപാടികൾ. ഇപ്പോൾ പിണ്ട പരിപാടികൾ എങ്ങനെയാണ്, ദിവസം കുറച്ചൊന്നും മാത്രമല്ല, സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നിച്ച് 10ാമത്തെ ദിവസമോ 7ാമത്തെ ദിവസമോ ഇവർക്ക് അന്നം കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ 7 ദിവസം പട്ടിണിക്കിട്ട് 7ാമത്തെ ദിവസം സാമ്പാറും കൂട്ടാനൊക്കെ തന്നാൽ നിങ്ങളുടെ മനസ്സെങ്ങനെയായിരിക്കും? ഇതാണ് പിതൃദുരിതം ഹൈന്ദവർക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. കാരണം ഇതിനൊരു പ്രോസസ്സ് ഉണ്ട് കൃത്യമായിട്ട്. അത് ചെയ്യാൻ ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാവണില്ല. ആത്മഹത്യ ചെയ്യുന്ന ആത്മാക്കൾക്ക് നമ്മൾ പിതൃതർപ്പണ ചെയ്യാറില്ലല്ലോ. അവർക്ക് പ്രോസസ്സ് വേറെ ആയിരിക്കണം. ആത്മഹത്യ അത് ചെയ്യാൻ പറ്റും. കാരണം എന്താ, നിങ്ങളൊരു സമയം പറഞ്ഞ് നിങ്ങളിവിടെ വന്നേക്കുക, ഇതിനെ നിങ്ങൾ കട്ട് ഓഫ് ചെയ്താൽ നിങ്ങൾക്ക് ആ പറയുന്ന സമയത്തിന് ഇനി പിന്നെ കയറാൻ പറ്റില്ല എന്ന്, അങ്ങോട്ടേക്ക് എൻട്രി കട്ടായി. അപ്പോൾ എന്ത് ചെയ്യണം, അവരാണ് അറുകൊല അല്ലെങ്കിൽ അങ്ങനത്തെ മഹായക്ഷികൾ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത്. അവർക്ക് വീട്ടുകാരും മര്യാദയ്ക്ക് ചെയ്യില്ല. കാരണം അവർ ചെയ്തത് മഹാപരാധാണല്ലോ. ആത്മാവിനെ ഹനിക്കുക എന്ന് പറഞ്ഞാൽ, ആത്മാവെന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ജീവനെ ഹനിക്കുക എന്ന് പറഞ്ഞാൽ മഹാ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു കേസിന് ജയിലിൽ പെട്ടു വിചാരിക്കുക, അത് ചാടിയാൽ നിങ്ങൾക്ക് 2 ഇരട്ടി ഇത് തരില്ലേ, ശിക്ഷ കിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ഈ സൂക്ഷ്മ ശരീരത്തിൽ ഈ ദുരിതം മുഴുവൻ അവർ അനുഭവിച്ച് മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ആ കുടുംബത്തിൽ കിടന്ന് ഓടും. അവർ കിടന്ന് എല്ലാവരോടും അവർ ചോദിക്കും. പക്ഷേ ഇത് കാണാനുള്ള കണ്ണ് നമുക്കില്ല. അപ്പോൾ നമ്മൾ മരിച്ച് വീടുകളിൽ പോയി നമ്മൾ അധികം പോവാറില്ല. പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫീൽഡുകളെ ഫീൽ ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷേ അപ്പോൾ അവർ കൃത്യമായ പ്രോസസ്സ് ചെയ്താൽ മതി. 16 ദിവസത്തെ ആണെങ്കിൽ, കത്തിക്കുകയാണെങ്കിൽ 16, കുഴിച്ചിടുകയാണെങ്കിൽ 41, അങ്ങനത്തെ പ്രോസസ്സ് വെറുതെ ഉണ്ടാക്കി വെച്ചിട്ടില്ല. മരണത്തിനപ്പുറത്തെ ഒരു എനർജി, അതായത് ഊർജ്ജത്തെ നശിപ്പിക്കാനോ ഉണ്ടാക്കാനോ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇതിന് കൃത്യമായൊരു പ്രോസസ്സ് എല്ലാ സംസ്കാരങ്ങളിലും കൃത്യമായിട്ടുണ്ട്. അത് തമാശയല്ല, അതില്ല. മരിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല എന്നൊന്നും വിചാരിക്കരുത്. അടുത്ത ഫീൽഡ് ഓഫ് എനർജി പോയില്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്നവർക്ക് അതൊരു പ്രശ്നം തന്നെയാണ്. അത് പലതരം രോഗങ്ങൾ, ദേവതകൾ, ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് ഈ ഓറ റീഡിങ്ങിലൂടെ നമ്മൾ കാണുന്നത്. അതിനെ പിന്നെ ഇപ്പോൾ 1-2 നമ്മൾ ഈ ചണ്ടി കൂടിയ കുളം വൃത്തിയാക്കണ കണ്ടിട്ടില്ലേ നിങ്ങൾ? ആദ്യത്തെ ഒരു പ്രാവശ്യം ചണ്ടി കോരിയാൽ അടുത്തത് അടിഞ്ഞുകൂടും. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ചെയ്യുമ്പോഴാണ് പലവരിലും അവർക്ക് ഈ പറയുന്ന ഒരു മെഡിറ്റേറ്റീവ് ഫീൽഡിലേക്ക് വരാനും ഒരു സുഖം വരാനും ആരോഗ്യപ്രദമായിട്ടുള്ളൊരു അവസ്ഥകൾ വരാനും, അല്ലെങ്കിൽ രോഗം വന്നാൽ അപ്പം തന്നെ ആ രോഗത്തിനെ മാറ്റാൻ പറ്റുന്നൊരവസ്ഥ ആ രോഗിയിലും ഹീലറിലും. അപ്പോൾ ഹീലർക്ക് എത്ര പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലായില്ലേ? മറ്റൊരാളെ ഹീൽ ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ട് വരണത് ഫൂന്ന് ഊതുമ്പോൾ ഇത് ആ പൊടി
മറ്റുള്ള ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോകുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ഈ സ്പ്രെഡ് ചെയ്യുന്നത് എവിടേക്കാണ് വരണത് എന്നുള്ളൊരു ബോധം ഒരു ഹീലർക്ക് നന്നായി ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൊട്ടക്ഷൻ, ഇതിനെ കൈകാര്യം ചെയ്യാൻ, രോഗം വരുമ്പോൾ ആ രോഗത്തെ ചുമ്മാ രോഗമായി കാണാതെ അതിനൊരു കോസ് ഉണ്ടെന്ന് കണ്ട് മനസ്സിലാക്കുന്ന ഒരു തലം കൂടിയും നമുക്ക് വേണം. അതിനാണ് ഞങ്ങൾ ഓറ റീഡിങ് വളരെയധികം ഉപയോഗിക്കുന്നത്. അതിനനുസരിച്ച് അതിനൊരു സൊല്യൂഷൻ വേണം. കണ്ടാൽ മാത്രം പോരാ. നിങ്ങൾക്ക് കാലുമൊരു പൊട്ട് അല്ലെങ്കിൽ പഴുപ്പുണ്ടെന്ന് വിചാരിക്കുക, അത് ഞാൻ പഴുപ്പ് കണ്ടു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതിനെ ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനും വേണം. ആ സൊല്യൂഷൻസ് എനർജി ലെവലിലാണ്. അപ്പോൾ അതിന് എത്ര ക്വാണ്ടം എന്ന് പറയാം നമ്മൾ, എനർജി എത്ര ഊർജം അതിന് വേണം. ഇപ്പം 500 രൂപ കടം ഉണ്ടെങ്കിൽ 500 രൂപ കൊടുത്താലേ കടം മാറുള്ളൂ, ബാലൻസ്ഡ് ആവുള്ളൂ. കാശ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെങ്കിലോ ഒരു 1000 രൂപയും കൂടി കയ്യിൽ കൂടുതൽ വേണമെങ്കിൽ വേണം. അതുപോലെ ഈ ദുരിതത്തിനനുസരിച്ചിട്ടുള്ള ഒരു എനർജി പാക്കേജ് നമ്മൾ പറഞ്ഞു കൊടുക്കുക അവർക്ക്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ ക്ലെൻസ് ചെയ്യുന്നത്. അതാണ്. എന്തായാലും അങ്ങയിലേക്ക് വരികയാണെങ്കിൽ അങ്ങും 30 വർഷത്തിന് മുകളിലായിട്ട് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടിരിക്കുന്ന ഒരാളാണ് റേക്കിയിൽ. ഈ റേക്കി എപ്പോഴാണ് ഒരു അത്ഭുത ശക്തിയാണ് എന്ന് തിരിച്ചറിഞ്ഞത്? റേക്കി പറഞ്ഞല്ലോ, നമ്മൾ ഇവിടെ ചർച്ചയിൽ പറഞ്ഞല്ലോ. അല്ല, അങ്ങയെ സംബന്ധിച്ച് ആദിശക്തി തന്നെയാണല്ലോ റേക്കി. റേക്കി എന്ന് പറഞ്ഞാൽ പദം വൈദേശിക എന്നേ ഉള്ളൂ. റേക്കി അത്ഭുതം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദിശക്തി, നമ്മൾ ഇത് പഠിച്ചു. അതിനു മുമ്പ് ഞാൻ ചില ഹീലിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഈ റേക്കി പഠിക്കുന്നതിന് മുമ്പും ഞാൻ അതിനു മുമ്പ് തന്നെ ശ്രീവിദ്യ സമ്പ്രദായത്തിൽ ഗുരുവായിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ സമ്പ്രദായത്തിൽ ഗുരുവായിട്ടുണ്ട്. ഇതിങ്ങനെ ആദർശമായിട്ട് ഒരു മാസ്റ്റർ വന്ന് ഇങ്ങനെ പഠിപ്പിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ സമ്പ്രദായം ഉള്ളതുകൊണ്ട് ഗുരുപരമ്പരയോട് ചോദിച്ചിട്ടാണിത്, ഇത് ഇദ്ദേഹത്തിൽ നിന്ന് പഠിക്കാമോ എന്ന്. അപ്പോൾ അത് പഠിക്കാം എന്ന് പറഞ്ഞിട്ടാണ് പഠിക്കണത്. അപ്പോൾ പഠിച്ച് ഞാൻ ഏതാണ്ടൊരു കുറച്ച് ഫസ്റ്റ് ലെവൽ, ഫസ്റ്റ് ഡിഗ്രി എന്ന് റേക്കിയിൽ പറയണത് നമ്മൾ തുടക്കത്തിന്. അത് പഠിച്ച് ഞാൻ മാസ്റ്ററുടെ കൂടെ പോയി കുറച്ച് ദിവസം എൻ്റെ നമ്മൾ പഠിക്കണ ക്ലാസ്സിൽ പഠിക്കണ കൂടാതെ അദ്ദേഹത്തിൻ്റെ ഒരു ഹീലിങ്സ് ഉണ്ട്. അവിടെ പോയി ഞാനൊരു ഒരു കുറേ ദിവസം നിന്ന് അത് ഹീൽ ചെയ്യണം. ഓരോ അതിൻ്റെ ഇതെങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. പിന്നെ ഞാനിത് ഹീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ, ആദ്യത്തെ ഹീലിങ് തുടങ്ങുമ്പോൾ തൊട്ട് ആളുകൾക്ക് ഈ രോഗം, അന്ന് കല്യാണം കഴിച്ചിട്ടില്ല, രോഗങ്ങളിങ്ങനെ മാറണമാണല്ലോ. രോഗം മാറണമാണ് ശരിക്കും റേക്കിയിൽ. ഒരു കൈ ഇങ്ങനെ വെച്ച് ഈ എനർജി പാസ് ചെയ്ത് കഴിഞ്ഞ് ഒരു മണിക്കൂർ ഹീൽ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് അസുഖം മാറുന്നു. എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഒരു ക്യാൻസർ പേഷ്യൻ്റ് വന്നു. എനിക്ക് ശരിക്കൊരു ഒരുപാട് അത്ഭുതങ്ങൾ തന്നെ ചിലപ്പോൾ 30 കൊല്ലമായില്ലേ, അപ്പോൾ എല്ലാം പറയാനൊന്നും പറ്റില്ല. ഈ അടുത്ത കാലത്ത് നമ്മൾ ശരിയാക്കിയൊരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്നും ചെയ്തൊന്നും പറയില്ല, കാരണം ഇത് ഈ പല വൈദ്യശാസ്ത്ര ആളുകൾക്കും നമ്മളിങ്ങനെ ചെയ്യണമെന്നൊന്നും ഇഷ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മളങ്ങനെ പ്രചരിപ്പിക്കാറില്ല. ഒരു ചെറുപ്പക്കാരനാണ്, അയാൾ ക്യാൻസറായിട്ട് അവിടെ പോയിട്ട് അയാളാകെ സങ്കടമായി. ക്യാൻസർ എന്ന് പറഞ്ഞ് മരുന്നൊക്കെ എന്തോ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചേട്ടൻ പഠിച്ചിട്ടുണ്ട്, നീ ഒന്ന് പോയി നോക്കുകയെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ സെക്കൻഡ് ലെവൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തേക്ക്. ഞാൻ അയാളെ കിടത്തി. അന്ന് നല്ല നമ്മൾ റേക്കിയുടെ ചികിത്സയുടെ ഒരു നല്ലൊരു എന്നതിന് പറഞ്ഞാൽ ഭയങ്കര ആസ്വാദ്യതയാണ്. ചികിത്സിക്കുമ്പോഴും ഒരു സുഖമുണ്ട്. ആദ്യം പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ മാത്രമൊന്നുമല്ല, നമ്മളിലൂടെ ഇത് വന്ന അയാളിലേക്ക് ഇങ്ങനെ മാറുകയാണല്ലോ. പിന്നെ ഓരോ ഒറ്റ ഹീലിംഗ് ചെയ്താൽ അതായത് 1-2 മണിക്കൂർ എടുത്തു അയാൾ. കാരണം നമ്മളങ്ങനെ ഈ രോഗമായതുകൊണ്ട് എല്ലാം അങ്ങനെ ക്ലെൻസ് ചെയ്ത് ശുദ്ധി ചെയ്ത് അയാൾ ഇത് ചെയ്തു. അന്ന് എനിക്ക് അതിൻ്റെ 100 രൂപ അയാൾ തന്നെ. അന്നങ്ങനെ നമ്മൾ വലിയ ഫീസൊന്നും അങ്ങനെ ബലം പിടിച്ച് പറയണല്ല. ഞാൻ പിന്നെ അയാൾ വന്നിട്ടില്ല. പിന്നെ ഒരു 10-20 ദിവസം കഴിഞ്ഞ് അവനെങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അവൻ പോയി പരിശോധിച്ചപ്പോൾ അവൻ്റെ ക്യാൻസർ മാറി. അയാൾക്ക് ക്യാൻസർ ഇല്ല അവന്. അപ്പോൾ ഇപ്പോൾ ആളുകൾ വേണമെങ്കിൽ പറയുമായിരിക്കും അയാൾക്ക് ക്യാൻസർ ഉണ്ടായിരുന്നുണ്ടാവില്ല, നമ്മൾ ഹീൽ ചെയ്തുകൊണ്ടാണ്, ഹീൽ ചെയ്തെന്ന് പറഞ്ഞാൽ ചുമ്മാ പറഞ്ഞാണ് എന്ന് പറയാം. അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ അയാൾക്ക് ക്യാൻസർ ഉണ്ടായിട്ട് അയാൾക്ക് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അടുത്ത അയാൾ ഒരു 2 ആഴ്ച കഴിഞ്ഞ് പോയി പരിശോധിച്ചപ്പോൾ അയാൾക്ക് ആ സുഖം മാറിയിട്ടുണ്ട്. നമ്മൾ ഒരു ഹീലിംഗ് കൊണ്ട് ഒരാളുടെ എനിക്ക് മാത്രമല്ല, എൻ്റെ ആ സമയത്തുണ്ടായിരുന്ന ഞങ്ങളുടെ ഫൗണ്ടേഷനിൽ പലരും ഇങ്ങനെ ഹീൽ ചെയ്തിട്ട് 2-3 ഹീലിംഗ് കൊണ്ട് മാറിയവരുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് ക്യാൻസർ പേഷ്യൻസിൻ്റെ, ക്യാൻസറല്ല, അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സൂക്കേടുകൾ. ഇപ്പോൾ അമൃതാനന്ദമയ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്ന ഒരു ഹാർട്ട് ബൈപ്പാസ് ചെയ്തിരുന്ന ഒരാൾ, കേരളത്തിലെ ഏറ്റവും വലിയ പോസ്റ്റിലിരുന്ന ഒരാളാണ്. അങ്ങനെ മകനെപ്പോഴും എൻ്റെ അടുത്ത് എൻ്റെ ശിക്ഷണ 10 കൊല്ലമാണ് സീനിയറായിട്ടുള്ളതാണ്.
അപ്പോൾ അങ്ങേര് അവിടുന്ന് ആശുപത്രിയിൽ നിന്ന് പറഞ്ഞ് ഞാൻ വേറൊരു കാര്യം ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് സർജറി നിശ്ചയിച്ചേക്കുക 3 ലക്ഷം രൂപ കണ്ട് അന്ന് പറഞ്ഞിട്ടുള്ളത് കൊടുക്കണം. അപ്പോൾ അതിനെന്തോ അഡ്വാൻസ് കൊടുത്ത് പുള്ളി ഡേറ്റ്, അപ്പോൾ പുള്ളിക്ക് തോന്നുവാണ് ഇതൊന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പുള്ളി. അപ്പോൾ ഞാൻ മാമംഗലത്തിരിക്കുകയാണ്, ആദ്യത്തേക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ മൂവാറ്റുപുഴയാണ്. പുള്ളി വന്നു, ഞാൻ മാഷിൻ്റെ അടുത്ത് ഈ ചികിത്സ ചെയ്താൽ തീരുമാനിച്ചാൽ വന്നേക്ക്, ഞാൻ മാഷൊന്ന് ചെയ്ത് നോക്കും, അപ്പോൾ ബൈപ്പാസ് ചെയ്യണ്ട എനിക്ക് തോന്നുവാന്ന്. കാരണം ഞാൻ അവിടെ പോയി എനിക്ക് വിളിച്ചുകൊണ്ടിരാനൊന്നും പറ്റില്ലല്ലോ, അങ്ങനെ അത് നിയമവിരുദ്ധമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വീട്ടിലൊക്കെ പറഞ്ഞിട്ടാണോ? അല്ല മാഷ് ചെയ്ത് നോക്കാം, പോക്കോ വേണമെങ്കിൽ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് നമുക്ക് സൈക്കിക് സർജറി എന്ന് പറയുന്നൊരു പ്രോസസ്സൊക്കെ ഉണ്ട്, കുറച്ച് അഡ്വാൻസ് പഠിച്ചവർക്ക്. അപ്പോൾ അത് ഞാൻ അങ്ങനെ ബ്ലോക്ക് അങ്ങനത്തെ ഒരു മെത്തേഡിൽ അങ്ങനെ ഇതൊക്കെ ഞാൻ നോക്കി. അപ്പോൾ അതൊക്കെ അങ്ങനെ പറഞ്ഞു ഇന്ന സ്ഥലത്താണ്. അപ്പോൾ അത് നമുക്ക് നോക്കാൻ പറ്റും, നമുക്ക് ഓറയിലൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ പൊസിഷൻസ് അതിൻ്റെ ഖനമൊക്കെ നമുക്കറിയാൻ പറ്റും, നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ ക്ലാസ്സിൽ പഠിപ്പിക്കാനൊന്നും പറ്റില്ല, പരിശീലിച്ച് നമുക്കറിയാൻ പറ്റും. അത് ഞാൻ ചെയ്തു, പുള്ളിയെ ഹീൽ ചെയ്തു. പുള്ളി പിന്നെ ഒരു 2 ദിവസം കൂടി വന്ന് ഹീൽ ചെയ്തു. ഞാൻ പറഞ്ഞു അത് പോയിട്ടുണ്ടെന്നാണ് തോന്നണേ. പിന്നെ പിറ്റേ ദിവസം വന്ന് ഞാൻ ഹീൽ ചെയ്തപ്പോൾ അത് തീരെ കാണാനില്ല. 3-ാമത്തെ ദിവസം ഹീലിങ് കഴിഞ്ഞിട്ട് നാളെ പോയി നോക്കിക്കോളാൻ പറഞ്ഞു ഞാൻ. അദ്ദേഹം പോയി നോക്കിയപ്പോൾ അങ്ങേരെ പരിശോധനയിൽ ഈ സാധനമില്ല. എനിക്കന്ന് കണ്ടിട്ട് 100 രൂപ കണ്ട് തന്നെ, 3 ലക്ഷം രൂപ കണ്ട് അവിടെ കെട്ടിവെക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയണമെന്നുള്ളൂ. ഇങ്ങനെ ഒരുപാട് പേരെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവളുടെ അമ്മയ്ക്ക് കിഡ്നി 2 വീക്കായിട്ട് 5 ദിവസം അവർ ആയുസ് പറഞ്ഞത്. 5 കൊല്ലം ഞാൻ ഹീൽ ചെയ്ത് അവർ നിന്നു. ആകെ ഒരു ക്യാരറ്റ് ജ്യൂസും പിന്നെ മാസത്തിലൊരിക്കലും പരിശോധിക്കാനൊരു 100 രൂപ. ഈ ബ്ലഡ് പരിശോധിച്ചാൽ അതിനകത്ത് നിലയാണെന്നറിയാൻ. നമുക്ക് ആ പരിശോധന കൊണ്ട് വേറെ ഇതല്ല, അവർക്ക് HB എത്രയുണ്ട് ഇതൊക്കെ അറിയാൻ, ക്രിയാറ്റിൻ്റെ യൂണിറ്റൊക്കെ അറിയാൻ. അത് വേണമെന്നില്ല റെക്ക് ചെയ്യാൻ, പക്ഷേ ഇവർക്ക് അറിയണമല്ലോ കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്ന്. അവരെ മേലൊക്കെ ഇങ്ങനെ ഈ പാമ്പിൻ്റെ പടം പോലെ പൊളിഞ്ഞു പോണ നിലയായിരുന്നു. അതൊക്കെ മാറി ആൾ അത്യാവശ്യം തന്നെ കക്കുസി പോവുക അങ്ങനത്തെ നിലയൊക്കെ ആയി. സുഖമായിട്ട് 3-4 കൊല്ലം അവർ വേറെ കുഴപ്പമൊന്നുമില്ല, രൂപ ചിലവാകാതെ ജീവിച്ചു. 10-15 ദിവസമാണ് അവർ പരമാവധി പറഞ്ഞത്. അങ്ങനെ ഒരാൾ 5 കൊല്ലം രൂപ ചിലവില്ലാതെ ജീവിച്ചു എന്ന് പറഞ്ഞാൽ വലിയ കാര്യമുള്ളൂ. അവർക്ക് വലിയ പണിയൊന്നും എടുക്കാൻ പറ്റിയില്ല, മുറ്റത്തൊക്കെ നടക്കും, വർത്താനമൊക്കെ പറയും, വേറെ തന്നെ കക്കുസിപ്പും, അത്രയൊക്കെ ഭക്ഷണം ഉപ്പിടാണ്ട് കഴിച്ചിരുന്നു, അത്രേ ഉള്ളൂ. ഒരു സന്തോഷമായിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ നമുക്ക് 100 കണക്കിന് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ചികിത്സയെ നിഷേധിക്കാറില്ല. അതായത് ഇന്ന വൈദ്യശാസ്ത്രം കൊള്ളില്ല, ഇന്നത് നല്ലത്. ഇപ്പോൾ മോഡേൺ മെഡിസിനൊക്കെ ചീത്ത പറയുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില വൈദ്യന്മാരിരുന്നു, ആയുർവേദക്കാരിരുന്നു, അതുപോലെ അവരും തിരിച്ചും. റേക്കിയിൽ അങ്ങനെയില്ല. റേക്കി എല്ലാത്തിനെയും നമ്മൾ ഉൾക്കൊള്ളുകയാണ്. റേക്കി ഒന്നിനും എതിരല്ല. ഇത് ആദിശക്തിയാണ്. ഈ ആദിശക്തി ഘനീഭവിച്ചിരിക്കണതാണ് ഈ ഗുളികയും ഈ മരുന്നും ഒക്കെ അത് തന്നെയാണ്. അത് വേറെ വേറെ എനർജി സോഴ്സുകളാണെന്നുള്ളൂ. പക്ഷേ ഇത് ആദിശക്തിയെ നമുക്ക് റേക്കി പഠിച്ച ഒരാൾക്ക് ചാനലൈസ് ചെയ്യാൻ പറ്റും. അതാണ് ആ ദീക്ഷ. നമ്മൾ ശക്തിപാതം എന്ന് പറയുന്നത് തന്ത്രത്തിൽ പറയണേ. തന്ത്രത്തിലെ ദീക്ഷ, ഇപ്പോൾ മന്ത്രദീക്ഷ കൊടുക്കണവർക്ക് 25 കൊല്ലം ശ്രീവിദ്യ സാധന ചെയ്തിട്ട് ഒരു അനുഭവം ഇല്ലാത്ത ആളുടെ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാറുണ്ട് ഒരു അനുഭവം. അതെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ നിൽക്കണോണ്ടാണ് അവർക്ക് അനുഭവം വരാത്തതുകൊണ്ട്, സാധന ചെയ്യാത്തതുകൊണ്ടല്ല. അപ്പം ആദ്യം പറഞ്ഞില്ലേ, കൃഷ്ണപ്രിയ പറഞ്ഞ പ്രശ്നങ്ങൾ അവരിലുണ്ടാവും, ഉപാസനാ ദുരിതങ്ങളുണ്ടാവും.